അങ്ങനെ മുറ്റത്ത് ചിക്കൻ ബാർബിക്യൂ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെ ഇവിടെ നമ്മുടെ കിച്ചണിൽ ലേഡീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ചിക്കൻ്റെ കൂടെ കഴിക്കാനായി മന്തി റൈസും ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിക്കൻ്റെയും മന്തി റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായി വൈറ്റ് സോസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ അതിനായി മുട്ടയൊക്കെ പൊട്ടിച്ച് മിക്സിയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവങ്ങളെല്ലാം അങ്ങനെ 1 by 1 ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മന്തി റൈസിലേക്ക് ആവശ്യമായ മസാലകളെല്ലാം ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോറ് വെന്തതിന് ശേഷം ഇതിലേക്ക് ചോറിട്ട് മസാല സെറ്റാക്കി എടുക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് കിച്ചണിലെ കാഴ്ചകൾ പറയാനുള്ളത്. അപ്പോൾ ചോറൊക്കെ പുറത്തുള്ള അടുപ്പിൽ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടി വെന്തതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇനി ബാർബിക്യൂൻ്റെ ഒക്കെ പരിപാടികൾ നോക്കാം. ചിക്കനിൽ മസാലയൊക്കെ ഇന്ന് രാവിലെ പോരുന്ന സമയത്ത് തന്നെ അവിടുന്ന് സെറ്റാക്കി കൊണ്ടുവന്നാണ്. ചിക്കനൊക്കെ രാവിലെ മേടിച്ച് തന്നെ മസാലയൊക്കെ സെറ്റാക്കി. ഇപ്പോൾ അങ്ങനെ അതാ 2 ഗ്രില്ലിലായി ഏകദേശം 12 പീസോളം വെന്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം ഒരു 8 മണി 8:30 മണിയൊക്കെ ആയിട്ടുണ്ട്. മക്കളൊക്കെ ഇതിനു വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് ഏകദേശമൊക്കെ വെന്ത് തുടങ്ങിയപ്പോൾ ലുക്കുമാൻ അതിൻ്റെ മറ്റേ സൈഡിൽ വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുകയാണ് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു കേട്ടോ. നല്ലൊരു ഫീല്, നല്ലൊരു വൈബാണ്. പുറത്ത് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ തീൻ്റെ അടുത്ത് നിന്ന് ഇതിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ അതിന് വേറൊരു സുഖം. എല്ലാം കൂടി നല്ലൊരു എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട്. മക്കളൊക്കെ ആണെങ്കിലും എല്ലാവരും ഇതിലേക്ക് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് നമ്മളെ മെയിൻ ഈ ടൂറിൻ്റെ ലക്ഷ്യവും. അപ്പോൾ ചിക്കന് ഫസ്റ്റ് റൗണ്ടൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രില്ലിൽ കയറ്റി ചിക്കനൊക്കെ ഏകദേശം 10-12 പീസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടുത്ത റൗണ്ട് ചുടാനായി ഗ്രില്ലിൽ കയറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും വല്ലാതെ കരിയൊന്നും വന്നിട്ടില്ല. നല്ല പാകത്തെ വേവ് തന്നെ എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. മക്കളൊക്കെ എല്ലാവരും പാട്ടും കളിയും ഡാൻസൊക്കെ ആയിട്ട് എല്ലാവരും ഏകദേശം ക്ഷീണിച്ച മട്ടിലാണ്. അപ്പോൾ അവർ നല്ല എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ഇങ്ങനെ ചിക്കൻ ആവുന്നത് വരെ ബാക്കി സമയം മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കള ഭാഗത്തൊന്ന് ചെന്ന് നോക്കാം. നമ്മുടെ മന്തി പരിപാടികളൊക്കെ എവിടെ എത്തിയെന്നൊന്ന് പോയി നോക്കാം. മന്തിയൊക്കെ ഏകദേശം വെന്തു തോന്നുന്നുണ്ട്. ചോറ് ഊറ്റുന്ന പരിപാടിയൊക്കെയാണ് കാണുന്നത്. എന്തായാലും ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. മന്തി റൈസ് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നല്ല വേവായിട്ടുണ്ട്. ഇനി ഇതിനെ വേറെ ഒരു തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ദമ്മിട്ട് ആവിയിൽ ദമ്മിട്ട് ബാക്കി വേവിച്ചെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള അരിയും കൂടി ഊറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെ വിളിച്ച് അപ്പോൾ ഞങ്ങളത് ബാക്കിയുള്ള അരിയും കൂടി ബാക്കി വെന്ത ചോറും കൂടി ഊറ്റി കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചിക്കൻ കുറച്ചും കൂടി വേവാനുണ്ട്. ചോറെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സമയം ഞങ്ങൾ ഇങ്ങനെ ഷെഡിലിരുന്ന് ലുക്കുമാനൊന്ന് ഹെൽപ്പ് ചെയ്യാണ്. ഇതാണ് ഉണങ്ങിയ കാപ്പിക്കുരു കേട്ടോ.
തീരെ കനം കുറവാണ്, ഉണങ്ങി കഴിഞ്ഞാൽ തീരെ കനം കുറവാണ്. ഇത് പൊടിച്ചാണ് നമ്മൾ കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനെല്ലാം വെന്ത് റെഡിയായി, മക്കളെല്ലാം വിശന്നിരിക്കുകയാണ്. എല്ലാവർക്കും ചോറ് ഫസിൽ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് ഗൂഡല്ലൂർ നമ്മുടെ കൂട്ടുകാരൻ്റെ ഇവിടെയാണ് സ്റ്റേ ചെയ്യണമെന്ന് ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വെച്ച് കഴിച്ച് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. അടിപൊളി മന്തി റൈസൊക്കെ ഉണ്ടാക്കി ബാർബിക്കൊക്കെ അടിച്ച് ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇവിടെ വലിയ റൂമിൽ ലേഡീസും കുട്ടികളൊക്കെ അവിടെ വലിയ റൂമിൽ ഒതുങ്ങി കൂടിയിട്ടുണ്ട്. നമ്മളിവിടെ ചെറിയ ഒരു സെറ്റപ്പിൽ ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നാളെ ഊട്ടിയിലാണ് നമുക്ക് കാണാനുള്ളത്. രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ ഊട്ടിയിൽ പോവും. ബാക്കി കാഴ്ചകളൊക്കെ അവിടുന്ന് കാണും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് നേരുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരൊക്കെ വെളുത്ത് ചിലരൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്, ചിലരൊന്നും ഉറക്കം എണീറ്റില്ല ഇതുവരെയും. രാത്രി നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സുഖമായിട്ട് ഉറങ്ങി. നാട്ടിൽ നിന്ന് തന്നെ ബ്ലാങ്കറ്റൊക്കെ കൊണ്ടുവന്നിരുന്നു എല്ലാവരും. ദൂരത്ത് കാണുന്ന കോടമഞ്ഞു, ഇപ്പം കാണുന്ന ഈ കട്ടൻ ചായ ഒരു രക്ഷയില്ല. ഈ വീടിനകത്ത് 2 ബാത്റൂം ഉണ്ടെങ്കിലും ലേഡീസും ഒരുപാട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കുളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ താഴെ ലുക്കുമാൻ പറഞ്ഞൊരു തോടുണ്ട്, നമുക്ക് അവിടെ പോയി കുളിക്കാം, ഫ്രഷ് ആവാമെന്ന് പറഞ്ഞിട്ട് താഴെയുള്ള തോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തോട്ടത്തിലൂടെയുള്ള രാവിലെയുള്ള നടത്തം നല്ലൊരു അടിപൊളി വൈബാണ്. ആനകളും മറ്റു വന്യജീവികളും ഈ കോമ്പൗണ്ടിനകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്പിവേലി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് രാത്രി 6 മണി 7 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഷോക്ക് കൊടുക്കും. അപ്പോൾ അത് കാരണം ജന്തുക്കളൊന്നും അകത്തേക്ക് കയറില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് സെറ്റാക്കിയിട്ടുള്ളത്. രാവിലെ ആകുമ്പോൾ ഇത് അഴിച്ചു വെക്കാറാണ് പതിവ്. ലുക്കുമാനും ടീമും ഒക്കെ ഏകദേശം ഒരു 20 ഏക്കറോളമാണ് ഇവിടെ ഒരു 3-4 മാസത്തെ കാലാവധിക്ക് ലീസിന് എടുത്തിട്ടുള്ളത്. അത് ഓരോ സീസണിലാണ് ഇവർ ലീസിന് എടുക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ചെടികളെല്ലാം കാപ്പിക്കുരു പറിച്ച് കഴിഞ്ഞതാണ്. ഇത് അടുത്ത സീസണിലേക്കുള്ള പൂ വിരിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ തോട്ടത്തിലുള്ള കാപ്പിയും കുരുമുളകും അടക്കയെല്ലാം ഇവർക്ക് എടുക്കാം. ഇനി പൂത്ത് വിരിഞ്ഞ് നിൽക്കുന്ന ഇത് വിരിഞ്ഞ് കായ്കളായി അടുത്ത സീസണിലെ ആളുകൾ ലീസിന് എടുക്കുന്ന ആളുകൾക്കുള്ള പൂവാണ് ഇപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്നത്. എന്തായാലും രാവിലെ ഈ തോട്ടത്തിലൂടെയുള്ള നടത്തം നല്ലൊരു അടിപൊളി വൈബ് തന്നെയാണ്, പറഞ്ഞ് അറിയിക്കാൻ വയ്യ. നല്ല തണുപ്പ്, കോടമഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. ഞങ്ങളിപ്പോൾ അതിൻ്റെ താഴ്വരയിലാണ് നിൽക്കുന്നത്.
ലുക്കുമാന് മുമ്പേ നമ്മളോട് സൂചിപ്പിച്ച തോട് എന്ന് പറയുന്നത് ഈ സംഭവമാണ്, ഈ കാണുന്ന അരുവിയാണ്. ഇതിപ്പോൾ കുറച്ചുകൂടി വേനൽ കടുത്തതോടുകൂടി കുറച്ചുകൂടി വെള്ളം വറ്റിയിട്ടുണ്ട്. ഒഴുകുന്ന വെള്ളം തന്നെയാണ് കേട്ടോ, ഒഴുകി പോകുന്ന വെള്ളം തന്നെയാണ്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു സ്പീഡൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വേനൽ ഇങ്ങനെ കടുത്തുകൊണ്ടിരിക്കുകയല്ല, അത് കാരണം സ്പീഡൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഈ തോട്ടത്തിൽ ഒരുപാട് കാട്ടുമുയലുകളും കാട്ട് ആടുകളൊക്കെ ഉണ്ട്, മലയാടുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അവരുടെയൊക്കെ കാൽപ്പാടങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് മുകളിലേക്ക് തന്നെ കയറി വന്നു. അപ്പോൾ കുട്ടികളെല്ലാം എണീറ്റ് ബ്രഷ് ചെയ്ത് ഫ്രഷായി അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസത്തെ മന്തി ബാക്കിയുള്ളത്, അതേപോലെ തന്നെ ചിക്കൻ പീസൊക്കെ ബാക്കിയുള്ളതൊക്കെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ തലേ ദിവസത്തെ മന്തിയും ചുട്ട ചിക്കനൊക്കെയാണ് കഴിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് വലിയവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനായി കുറച്ച് റവ ഉപ്പുമാവും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റും നല്ലൊരു വൈബിലിരുന്നുള്ള കഴിക്കലൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്തു. ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്, മക്കളൊക്കെ. അപ്പോൾ ഞങ്ങൾ വലിയവരും മക്കളും എല്ലാവരും കുളിച്ച് ഫ്രഷായി അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്ത് താഴെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ യാത്ര നമ്മൾ തുടരുകയാണ്. ഇനി നമുക്കിന്ന് ഊട്ടിയിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ഒരു ആകാംക്ഷയോടെ കുട്ടികളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നലത്തെ നമ്മുടെ ഫാമിലി ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു വൈബായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഗൂഡല്ലൂർ ഈ തണുപ്പിൽ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തതും അതേപോലെ ബാർബിക്യൂ ഉണ്ടാക്കി കഴിച്ച് ഫാമിലിയൊക്കെ ലേഡീസും കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. രാവിലെ എണീക്കാനേ തോന്നുന്നില്ല, കാരണം നല്ല തണുപ്പും രാത്രി കുറച്ച് ലേറ്റായി കിടന്നതൊക്കെ കാരണം എണീക്കാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ എല്ലാവരും ഫ്രഷായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി കാഴ്ചകൾ ഊട്ടിയിലാണ്. ഊട്ടിയിലെ ചോക്ലേറ്റ് ഫാക്ടറി, ടീ ഫാക്ടറി ഒക്കെ കാണണം. അതേപോലെ കർണാടക ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ നടത്തുന്ന ഒരു ഫ്ലവർ ഗാർഡനാണ്. നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെ തന്നെ കർണാട്ടിക് ഗാർഡൻ എന്ന പേരിലാണ് ആ ഫ്ലവർ ഗാർഡൻ അറിയപ്പെടുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് ഊട്ടി ചെന്നിട്ട് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക.